നെക്സ്റ്റ് ഫിലോസഫിയിലെ യൂണിറ്റ് 1 ചാപ്റ്റർ 8 ആൻഡ് 9 ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, കാരണം 2 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്റർ 8 എന്ന് പറയുന്നതിൽ ടീച്ചർ ആസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് നേഷൻ ബിൽഡർ, എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരാനും ഒരു രാജ്യത്തെ ബിൽഡ് ചെയ്യുന്നതിനും ടീച്ചറുടെ പങ്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിൽ ടീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ക്വാളിറ്റി ഓഫ് എ നേഷൻ ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇറ്റ്സ് ടീച്ചേഴ്സ്. അത് ഒരു രാജ്യത്തിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? അത് അധ്യാപകരാണ് എന്നുള്ളതാണ്. ഒരു നേഷൻ്റെ പ്രോഗ്രസ് നമുക്ക് മെഷർ ചെയ്യുന്നത് അതിൻ്റെ എക്കണോമിക് ഗ്രോത്തോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ക്യാരക്ടർ, കോമ്പീറ്റൻസ്, അതുപോലെ തന്നെ കോൺഷ്യസ്നെസ് ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു രാജ്യത്തിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റീസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ പോയിന്റിലുള്ളത് ആരാണ്? അതൊരു ടീച്ചറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-1966 ഒബ്സർവ് ചെയ്ത കാര്യമാണ് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിലാണ് ഇന്ത്യയുടെ ഡെസ്റ്റിനി, വിധി ഷേപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചട്ടോപാധ്യായ കമ്മീഷൻ 1985 പറയുന്നത് നോ കൺട്രി ക്യാൻ ഗോ ബിയോണ്ട് ദ ലെവൽ ഓഫ് ഇറ്റ്സ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൻ്റെ ആ ലെവലിനപ്പുറം ഒരു കൺട്രിക്കും പോകാനായിട്ട് പറ്റില്ല. മുൻപ് അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ടീച്ചർമാരുടെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആവാം എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെയും അൾട്ടിമേറ്റ്ലി ദ ക്വാളിറ്റി ഓഫ് ദ നേഷനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്തൊക്കെ കൾച്ചറൽ റെഫറൻസ് ആണ് ടീച്ചേഴ്സിനുള്ളത്, ഓഫ് ടീച്ചേഴ്സ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, റെഫറൻസ് മീൻസ് ആദരവ്. അപ്പോൾ ഏൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ ടീച്ചർ അല്ലെങ്കിൽ ഗുരു ഒരു ഡിവൈൻ ഫിഗർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഇത്രയും ആദരവോടുകൂടിയാണ് നമ്മൾ കണ്ടിരുന്നത്. ഗോഡിൻ്റെ നെക്സ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളായിരുന്നു ഒരു അധ്യാപകർ, ഒരു സ്പിരിച്വൽ ഇൻ്റലക്ച്വൽ ഗൈഡായിരുന്നു. അപ്പോൾ വെസ്റ്റിലാണെങ്കിലും ഈ ഒരു ടൈമിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ ഗ്ലോറിഫൈഡ് തന്നെയായിരുന്നു. ആർക്കിടെക്ട്സ് ഓഫ് ദി നേഷൻ, ദി മേക്കേഴ്സ് ഓഫ് മാൻ, ദി മോൾഡേഴ്സ് ഓഫ് ഡെസ്റ്റിനി എന്നെല്ലാം അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഈ മെറ്റാഫറിക്കൽ ലാംഗ്വേജ് റിഫ്ലക്ട് ചെയ്യുന്നത് എത്രത്തോളം ഇമ്മെൻസ് ആയിട്ടുള്ള, എത്രത്തോളം റെസ്പെക്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ട് ഇൻ ഷേപ്പിംഗ് ദ മോറൽ ആൻഡ് ദി ഇൻ്റലക്ച്വൽ ഫാബ്രിക് ഓഫ് എ നേഷൻ. അപ്പോൾ പല റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ തോട്ട്സ് അനുസരിച്ചും ദൈവമാണ് ലൈഫ് ക്രിയേറ്റ് ചെയ്തത്, അല്ലേ? പല റിലീജിയൻ പറയുന്നതും പല ഫിലോസഫി പറയുന്നതും ദൈവമാണ് ലൈഫ് എന്ന് പറയുന്നതിനെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അതിനൊരു പർപ്പസ് കൊടുക്കുന്നത് ആരാണ്? അധ്യാപകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദു എപ്പിക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എ ചൈൽഡ് ഈസ് സെഡ് ടു എക്സ്പീരിയൻസ് എ സെക്കൻഡ് ബർത്ത് അറ്റ് ദി ഹാൻഡ്സ് ഓഫ് ദി ടീച്ചർ. ഒരു ടീച്ചറുടെ കൈകളിലാണ് ഒരു കുട്ടിക്ക് രണ്ടാം ജന്മം, രണ്ടാം പിറവി ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മിയർ ബയോളജിക്കൽ എക്സിസ്റ്റൻസിൽ നിന്നും ആ നോളേജ് ആൻഡ് കൾച്ചറിൻ്റെ റിലത്തിലേക്ക് ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ടീച്ചർമാരാണ്. ടീച്ചർമാർ അതുപോലെ തന്നെ മോറൽ ആൻഡ് സോഷ്യൽ ബിൽഡേഴ്സ് ആണ്. റിനൗണ്ട് ആയിട്ടുള്ള റോമൻ ഫിലോസഫർ സിസീറോ പറഞ്ഞിട്ടുള്ളത്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് സീറോ പറഞ്ഞിട്ടുള്ളത്, വാട്ട് ഗ്രേറ്റർ ഓർ ബെറ്റർ ഗിഫ്റ്റ് വി ക്യാൻ ഓഫർ ദ റിപ്പബ്ലിക് ദാൻ ടു ടീച്ച് ആൻഡ് ഇൻസ്ട്രക്ട് അവർ യൂത്ത്. അതായത് റോമൻ കൺട്രിയിൽ ആ സമയത്ത് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ഗവേണിംഗ് സിസ്റ്റമാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പറയുകയാണ് ഈ റിപ്പബ്ലിക്കിന്, നമ്മുടെ രാജ്യത്തിന് എന്ത് ബെറ്റർ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇതിനേക്കാളും മികച്ചത് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? റാദർ ദാൻ ടു ടീച്ച് ആൻഡ് ഇൻസ്ട്രക്ട് അവർ യൂത്ത്. നമ്മുടെ യൂത്തിനെ, നമ്മുടെ യുവജനങ്ങളെ പഠിപ്പിക്കുക, അവരെ ഇൻസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതിനെ മികച്ചതായിട്ട്, അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇതൊരു ടൈംലെസ് ട്രൂത്താണ്. അത് എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഒരു സത്യമാണ്. അതായത് ടീച്ചേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവരല്ല. ഒരു വാല്യൂസ് ബിൽഡ് ചെയ്യണം, എത്തിക്സിനെ, മോറൽ അല്ലെങ്കിൽ മറ്റ് രീതികളിലുള്ള എത്തിക്സിനെ ഷേപ്പ് ചെയ്യണം, സിവിക് റെസ്പോൺസിബിലിറ്റി, ഒരു രാജ്യത്തെ ഒരു പൗരൻ്റെ ധർമ്മം എന്താണ് അത് കൾട്ടിവേറ്റ് ചെയ്യാനും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ച് വാല്യൂസ് ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതും ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ലൈക്ക് ട്രൂത്ത്, ജസ്റ്റിസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, കമ്പാഷൻ ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഈ വാല്യൂസ് കുട്ടികളിൽ നർച്ചർ ചെയ്യുന്നതോടുകൂടി ഒരു മോറലി സ്ട്രോങ് ആൻഡ് സോഷ്യലി പ്രോഗ്രസീവ് ആയിട്ടൊരു സൊസൈറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചേഴ്സ് ആസ് ലീഡേഴ്സ് ഓഫ് ദി നാഷണൽ ട്രാൻസ്ഫർമേഷൻ. ഇപ്പോൾ ഹുമയൂൺ കബീർ തന്നെ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് ആർ ലിറ്ററലി ദ ആർബിറ്റേഴ്സ് ഓഫ് എ നേഷൻസ് ഡെസ്റ്റിനി. ഒരു നേഷൻ്റെ ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സാണ് എന്നുള്ളതാണ്. അതായത് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഒരു നേഷന് പോവാം, അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്, അതിൻ്റെ യൂണിറ്റി ഓഫ് ഇറ്റ്സ് പീപ്പിൾ അനുസരിച്ചിട്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഏത് രീതിയിലേക്കാണ് ഒരു രാജ്യം പോകേണ്ടത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലാസ് റൂമിൽ ടീച്ച് ചെയ്യുന്ന അധ്യാപകരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ക്വാളിറ്റി ആയി മാത്രമല്ല, ക്വാളിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ ആസ് എ പേഴ്സൺ ഓർ മോർ ഓർ ലെസ് ആസ് എ ടീച്ചർ.
ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്. ഈവൻ ദ ബെസ്റ്റ് കരിക്കുലം ആൻഡ് ദ മോസ്റ്റ് പെർഫെക്റ്റ് സിലബസ് റിമെയിൻ ഡെഡ് unless quickened into life by the right methods of teaching and the right kind of teachers. അതായത് എത്ര കരിക്കുലം എത്ര ബെസ്റ്റാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണെങ്കിൽ പോലും, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സിലബസ് ആണെങ്കിൽ പോലും അത് എന്താ പറയുക, അതിനൊരു ലൈഫില്ല, അല്ലെങ്കിൽ അത് ചത്തതിന് തുല്യമാണ്. വെൻ ദർ ഇസ് നോ റൈറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് നോ റൈറ്റ് കൈൻഡ് ഓഫ് ടീച്ചേഴ്സ്. അത് പഠിപ്പിക്കാൻ ഉത്തമരായിട്ടുള്ള അധ്യാപകരില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന മെത്തേഡ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിന് പോലും യാതൊരു വാല്യൂവും ഇല്ല, അത് ലൈഫ്ലെസ് ആണ് എന്നുള്ളതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ കരിക്കുലം എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെൽ ഡിസൈൻഡ് ആയിരിക്കണം. ബുക്സ് എന്ന് പറയുന്നത് റിച്ച് ഇൻ കോണ്ടന്റ് ആയിരിക്കണം. പോളിസീസ് എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ആയിരിക്കണം. ഇതിനെല്ലാം പുറമെ വളരെ പാഷനേറ്റ്, സ്കിൽഡ് ആൻഡ് വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു അർത്ഥമില്ല, ദി റിമെയിൻ ലൈഫ്ലെസ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ടീച്ചേഴ്സ് ആസ് വിഷണറീസ്, ഇവിടെ APJ അബ്ദുൽ കലാമിൻ്റെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, റിനോൺഡ് സയൻറ്റിസ്റ്റ് ആൻഡ് ഓൾസോ ടീച്ചർ ആയിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്, എ സ്റ്റുഡൻറ് സ്പെൻഡ്സ് 25,000 hours in the campus. This is a significant portion of a young person's life and it must be filled with guidance, growth and meaningful learning. ഇപ്പോൾ ക്യാമ്പസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പഠന കാലഘട്ടമാണ്. ഇപ്പോൾ ഒരു പഠന കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ഏകദേശം 25,000 മണിക്കൂർ വരെ ഒരു ക്യാമ്പസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആ യങ് പേഴ്സൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അവിടെ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? അവർക്ക് ഗൈഡൻസ് കൊടുക്കണം, ഗ്രോത്ത് കൊടുക്കണം, അതുപോലെ തന്നെ മീനിങ് ഫുൾ ലേണിംഗ് കൊടുക്കണം. അപ്പോൾ ഡോക്ടർ കലാം ബിലീവ് ചെയ്തത് എന്താണ്? ടീച്ചറിന് എഫക്റ്റീവായിട്ട് ടീച്ച് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി വേണം, സ്റ്റുഡൻസിനെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി വേണം ത്രൂ ലവ് ആൻഡ് കമ്പാഷൻ. അതുപോലെ തന്നെ മോറൽ വാല്യൂസ് വേർഡിലും ഡീഡിലും ടീച്ചറിന് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഹി ഡിസ്ക്രൈബ്ഡ് ടീച്ചേഴ്സ് ആസ് നേഷൻ ബിൽഡേഴ്സ്, മേക്കേഴ്സ് ഓഫ് ഡെസ്റ്റിനി, ആർക്കിടെക്ട്സ് ഓഫ് യൂത്ത്, സോഷ്യൽ എൻജിനീയേഴ്സ് ആൻഡ് കസ്റ്റഡിയൻസ് ഓഫ് ദി ഫ്യൂച്ചർ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ക്ലാസ് റൂമിലാണ്. ഒരു ക്ലാസ് റൂമിൻ്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ടീച്ചർമാരുടെ ഡെഡിക്കേഷനെ അനുസരിച്ചിട്ടാണ്. ടീച്ചേഴ്സ് ആസ് ഏജൻസ് ഓഫ് ചേഞ്ച് ഇൻ ദ 21st century. അപ്പോൾ ഇന്നൊരു വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നൊരു വേൾഡാണ് അല്ലേ. അപ്പോൾ ഇതിൽ പല മാറ്റങ്ങളും ഉണ്ട്. ഗ്ലോബലൈസേഷൻ ഉണ്ട്, ടെക്നോളജിയുടെ ഡിസ്ട്രപ്ഷൻ ഉണ്ട്, ഈവൻ ടീച്ചേഴ്സിന് പകരം റോബോട്ട്സ് വരെ വരുന്നൊരു കാലഘട്ടമാണ്. റോബോട്ട്സിനോട് കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലൂടെയാണ് നമ്മുടെ പ്രൊഫഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഉണ്ട്, കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്, മോറൽ അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ടീച്ചറിന് മുന്നത്തെക്കാളും ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അവരെന്തൊക്കെ they are expected to teach not just facts but how to think, എങ്ങനെ തിങ്ക് ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ സക്സസിനെ മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോലും, ഒരു ഇൻഡിവിജ്വലിൻ്റെ മാർക്ക് സ്കോർ ചെയ്തു ദേ ആർ സക്സസ്ഫുൾ എന്നുള്ളത് മാത്രമല്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യണം. എക്സാം പെർഫോമൻസിന് മാത്രം എൻഗേജ് ചെയ്താൽ പോരാ, ലൈഫ് ലോങ് ലേണിങ്ങിനെയും എൻകറേജ് ചെയ്യണം. അവർ ഇൻക്ലൂസീവ് തിങ്കിങ് കുട്ടികളിൽ വളർത്തിയെടുക്കണം, ഡെമോക്രാറ്റിക് വാല്യൂസിനെ നർച്ചർ ചെയ്യണം, ജെൻഡർ സെൻസിറ്റിവിറ്റിയെ എൻകറേജ് ചെയ്യണം, പീസ്, സസ്റ്റൈനബിലിറ്റി, എമ്പതി, ഇതൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ടീച്ചർ എന്ന് പറയുന്നത് എന്ത് മാത്രമല്ല ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ടും മാത്രമല്ല, പക്ഷേ സോഷ്യൽ റിഫോമിൻ്റെയും എത്തിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെയും ഒരു ഏജൻറ്റും കൂടിയാണ് ടീച്ചർ. ഓക്കെ, കൺക്ലൂഷൻ. ടീച്ചിങ് ആസ് എ സീക്രട്ട് റെസ്പോൺസിബിലിറ്റി. ടീച്ചർക്ക് എന്തിനുള്ള പവർ ഉണ്ട്? ഐദർ എലവേറ്റ് ഓർ ടു ഡിസ്ട്രോയ് ദ സ്പിരിറ്റ് ഓഫ് ദ ചൈൽഡ്. അതായത് ഒരു കുട്ടിയെ തളർത്താനും വളർത്താനുമുള്ള കഴിവ് ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അധ്യാപികയ്ക്കുണ്ട്. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് പ്രൊഫഷൻ മാത്രമല്ല, അത് വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോവർബ് പറയുന്നുണ്ട്, ഇഫ് യു പ്ലാൻ ഫോർ എ ഇയർ പ്ലാൻ റൈസ്. നിങ്ങളൊരു വർഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് നടാം? അരിയുടെ വിത്ത് നടാം, അല്ലെങ്കിൽ അരി നടാം. ഇഫ് യു പ്ലാൻ ഫോർ എ ഡിക്കേഡ് പ്ലാൻ ട്രീസ്. നിങ്ങളൊരു ഡിക്കേഡിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രീസ് പ്ലാൻ ചെയ്യാം. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ലൈഫ് ടൈം എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ. നിങ്ങൾ പക്ഷേ ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു ദൗത്യം, അതായത് കുട്ടികളുടെ ഹാർട്ട് ആൻഡ് മൈൻഡ് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം ജസ്റ്റ് അവരെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ലൈഫിൽ പല അപ്സ് ആൻഡ് ഡൗൺസ് വരാം, അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. സിറ്റിസൺഷിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ബെറ്റർ ടുമോറോയ്ക്ക് വേണ്ടിയും അവരെ ബിൽഡ് ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്, ടീച്ചർ ആസ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച് ആൻഡ് നേഷൻ ബിൽഡർ.
ദ ചേഞ്ചിങ് എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്ലോബൽ കോമ്പറ്റീഷൻ ഉണ്ട്, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി ഉണ്ട്, പല ടൂൾസും വരുന്നുണ്ട്, ടെലിവിഷൻ, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടർ, ഇതെല്ലാം നമ്മുടെ ഇൻഡസ്ട്രീസിനെ ഇങ്ങനെ ഡേ ബൈ ഡേ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ എഡ്യൂക്കേഷൻ്റെ തന്നെ എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന ക്ലാസ് ആയിരിക്കില്ല ചിലപ്പോൾ നാളെ കാണാം. ഇപ്പം നമ്മൾ കാണുന്ന ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു ബോർഡോ ഒരു ചോക്കോ പോലെ ഉണ്ടാവില്ല. പക്ഷെ അതൊരു സ്മാർട്ട് ക്ലാസ് റൂം ആയാൽ അവിടെ ചിലപ്പോൾ സ്മാർട്ട് TV ഉണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളും ഒരു ക്ലാസ്സിലേക്ക് വരാം. അങ്ങനെ ടെക്നോളജി ഡ്രൈവൺ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി സെൽഫ് പേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ പാരാഡൈമിൽ ടീച്ചറിൻ്റെ റോള് വളരെ ക്രൂഷ്യലാണ്. കാരണം ടീച്ചർ എന്ന് പറയുന്നത് ആരാണ്? ഫെസിലിറ്റേറ്റർ ആണ്, ഗൈഡാണ്. അവരുടെ റോൾ എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആൻഡ് ചലഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റോട് കൂടി ഈ ഒരു മേഖലയിലും കൂടെ, IT എന്ന് പറയുന്ന മേഖലയിലും കൂടെ നമുക്കൊരു അറിവ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ്സ് അല്ല, ഇപ്പോൾ ചില ടീച്ചേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ പല കാര്യങ്ങളും എന്ത് ചെയ്യും, അവർ അറിയാതെ പോകും. മുൻപ് വിളിച്ച് പറയാറുന്നല്ലേ, ഇപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ അറിയില്ല, അതില്ലെങ്കിൽ അത് നോക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നവരുണ്ടെങ്കിൽ അവർ വല്ലാതെ പെട്ടുപോകും. കാരണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ദ ഡിപ്പെൻഡൻസ് ഓൺ ടീച്ചേഴ്സ് വിൽ ഗ്രാജുവലി റെഡ്യൂസ് ആസ് സ്റ്റുഡൻസ് ഇവോൾവ് ഇൻ ടു സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ്. അതായത് ടീച്ചർമാരിലാണ് അതിന് ടീച്ചർ എന്ത് കൊടുക്കുന്നു, എന്ത് എഡ്യൂക്കേഷൻ ആണ് അവർ കൊടുക്കുന്നത്, അതിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയിരുന്ന ഒരു കുട്ടി സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ് ആണ്. ഇപ്പോൾ ടീച്ചറോട് ചോദിക്കാനുള്ള ഒരു സംശയമാർക്ക് വേണമെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കാം. അപ്പം നമ്മുടെ ആ ടാസ്ക് അല്ലെങ്കിൽ നമ്മളിൽ ഇത്രമാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, അതുപോലെ തന്നെ വിർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിന് അല്ലെങ്കിൽ സ്റ്റഡി ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ക്ലാസ് റൂം പ്രസൻസ് എന്നുള്ളത് ഒരു റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇനി എന്താണ് ഈ ന്യൂ ടെക്നോളജീസിൻ്റെ റോൾ ആൻഡ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പല പുതിയ ടെക്നിക്സും അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നോളജി ത്രൂ യൂസ് ചെയ്യാം. കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് കിട്ടും, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഓട്ടോണോമസ് ലേണിംഗ് എല്ലാം കിട്ടും. അതിനോടൊപ്പം തന്നെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് വളരെ റയർ ആണെന്നുള്ളത് കാണാം. ഈ ഷിഫ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിനോടുള്ള ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിലും ടൂൾസിലും ട്രെയിനിങ്ങിലും ഒക്കെ ഒരു മാസീവ് ഷിഫ്റ്റ് കൊണ്ടുവരുന്നതായിട്ട് കാണാം. ഇനി ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പല റിഫോംസും ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടി വരും. ഇപ്പോഴും പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ഡിസ്പൈറ്റ് ദീസ് ചേഞ്ചസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടീച്ചർ തന്നെയാണ് സെൻട്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 21st സെഞ്ച്വറിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണൽ മെച്യൂരിറ്റി, ടോളറൻസ് തുടങ്ങിയ വാല്യൂസ് വളരെ വൈറ്റൽ ആയിട്ടുള്ളത് തന്നെയാണ്. ഈ ക്വാളിറ്റീസ് യങ് പീപ്പിളിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. അത് ഒരിക്കലും എന്തിനും സാധിക്കില്ല, ഒരു റോബോട്ടിന് അല്ലെങ്കിൽ ഒരു മെഷീന് സാധിക്കില്ല. അത് എംപത്തറ്റിക് ആയിട്ടുള്ള, അപ്പോൾ ടീച്ചേഴ്സിനും സാധിക്കണം എന്നില്ല, അവരെങ്ങനെയും കൂടെ ആയിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം, അതിന് ക്യാപ്പബിൾ ആയിരിക്കണം. എങ്കിൽ ഇതാണ് ഒരു ടീച്ചറുടെ റോള് കൂടുതൽ കൂടുതൽ പ്രോബ്ലമാറ്റിക് ആക്കുന്നത്, ക്രിട്ടിക്കൽ ആക്കുന്നത്. എസ്പെഷ്യലി കുട്ടികളിലെ ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യണം, ക്യാരക്ടർ ബിൽഡ് ചെയ്യണം, ഫ്യൂച്ചർ സിറ്റിസണിനെ മോൾഡ് ചെയ്യണം. ഇപ്പോൾ ടീച്ചർ ട്രെയിനിങ്, വെൽഫെയർ, സ്റ്റാറ്റസ് ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ പിന്നോട്ട് പോകുന്ന രാജ്യം തന്നെ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു റീഫോം എന്ത് വേണം, ടീച്ചേഴ്സിൻ്റെ കണ്ടീഷന് വേണ്ടിയിട്ട് വേണം. എങ്കിൽ മാത്രമാണ് അവരുടെ നാഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ പ്രോപ്പർ സപ്പോർട്ട് ഇല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒരിക്കലും ബെറ്റർ എഡ്യൂക്കേറ്റേഴ്സ് ആവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, നാഷണൽ ഇൻ്റഗ്രേഷൻ, സിമ്പിൾസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, റോൾ മോഡൽസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ ആയിട്ടൊന്നും തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇഫ് ദർ ഇസ് നോ പ്രോപ്പർ സപ്പോർട്ട് ഫ്രം ദ സിസ്റ്റം. അടുത്തതാണ് ടീച്ചർ ആസ് എ സോഷ്യൽ റിഫോമർ. ടീച്ചിങ് ഒരു സോഷ്യൽ ആക്റ്റാണ്. അക്കാദമിക് ഇൻസ്ട്രക്ഷനിൽ മാത്രം ലിമിറ്റ് ചെയ്യപ്പെടുന്ന ഒന്നല്ല, സൊസൈറ്റി ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ പ്രോഗ്രസീവ്, ഡെമോക്രാറ്റിക് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റിക്ക് സ്ട്രോങ് വോയിസ് ആൻഡ് കമ്പാഷനേറ്റ് ആയ ടീച്ചേഴ്സ് വേണം. അതുകൊണ്ടാണ് ടീച്ചേഴ്സിനെ പലപ്പോഴും നമ്മൾ സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഇവിടെ ഒരു പ്രോവർബ് പറയുന്നുണ്ട്, ഇഫ് എ ഡോക്ടർ മേക്സ് എ മിസ്റ്റേക്ക് ഇറ്റ് അഫക്ട്സ് വൺ ഇൻഡിവിജ്വൽ. ഒരു ഡോക്ടർ ഒരു മിസ്റ്റേക്ക് നടത്തിയാൽ അതൊരു വ്യക്തിയെ മാത്രമാണ് ബാധിക്കുന്നത്. പക്ഷെ ഒരു ടീച്ചർ ഒരു മിസ്റ്റേക്ക് നടത്തുകയാണെങ്കിൽ അതൊരു എൻ്റയർ ജനറേഷനെ തന്നെ ബാധിക്കും. ഇത് വളരെ ഡീപ്പ് ആൻഡ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉള്ള ഒരു പ്രോവർബാണിത്. ടീച്ചർ എന്തിനെയൊക്കെ ഷേപ്പ് ചെയ്യുന്നു, വാല്യൂസ് ഓഫ് ചിൽഡ്രൻ, ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ലൈഫ്, റെസ്പോൺസിബിലിറ്റി, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. തിരിച്ചും മറിച്ചിട്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ they have a very important role in shaping the society, influencing the emotional and moral development of the children, nurturing the active and ethical members of society, preserving the soul of the nation through education.
ടീച്ചർ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേച്ചർ. ടീച്ചർ അക്കാദമിക് ലേണിംഗ് മാത്രമല്ല, സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്, ഏജൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്, നേഷൻ്റെ കൾച്ചർ ആൻഡ് വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ക്വാളിറ്റി ഓഫ് ടീച്ചർ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വെൽ ട്രെയിൻഡ് ടീച്ചർ ആണെങ്കിൽ ദേ ഷുഡ് പൊസസ് ദ നോളജ് ടു എഡ്യൂക്കേറ്റ് എഫക്റ്റീവ്ലി. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുക, ഡെമോക്രാറ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക് വാല്യൂസിനെ എൻകറേജ് ചെയ്യുക. ട്രെയിൻഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ സിറ്റിസൺഷിപ്പ് വാല്യൂസ്, പീസ് ആൻഡ് ഹാർമണി, ഇന്റർ കൾച്ചറൽ ഡയലോഗിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ടീച്ചേഴ്സ് ആസ് ലീഡേഴ്സ് ഇൻ സൊസൈറ്റി. പല കൾച്ചറിലും ടീച്ചർ റെസ്പെക്റ്റഡ് ആൻഡ് ലീഡർഷിപ്പ് പൊസിഷനിലാണ്. അഡ്വൈസേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്, നാച്ചുറൽ ലീഡേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്, ട്രഡീഷൻ ആൻഡ് പ്രോഗ്രസിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ ബിൽഡ് ചെയ്യുന്നവരായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിലി ഇൻട്രാക്ഷൻ ഒരു ടീച്ചർക്ക് ചിൽഡ്രൻ ആയിട്ട് വേണം, പാരൻസ് ആയിട്ട് വേണം, കമ്മ്യൂണിറ്റി ആയിട്ട് വേണം. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് ടു ഇൻഫ്ലുവൻസ് ദ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ടീച്ചേഴ്സ് ആസ് സോഷ്യൽ റിഫോമേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അക്കാദമിക് ഇൻസ്ട്രക്ടേഴ്സ് മാത്രമല്ല, സോഷ്യൽ റിഫോമേഴ്സും ആണ്. അവരുടെ റോൾ എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടീച്ചേഴ്സ് ഇനീഷ്യേറ്റ് സോഷ്യൽ ചേഞ്ച് ഇൻ സൊസൈറ്റി. ഇക്വാലിറ്റി, ജസ്റ്റിസ്, ജെൻഡർ സെൻസിറ്റിവിറ്റി ആൻഡ് എക്കോ കോൺഷ്യസ്നെസ് തുടങ്ങിയ പല വാല്യൂസും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സബ്ജക്ട്സും അവർ പഠിപ്പിക്കുന്നുണ്ട്, ലൈക്ക് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, സിവിക്സ്, സയൻസ്. ഇതിലൂടെയൊക്കെ പല സൊസൈറ്റൽ പ്രെജുഡിസസിനെയും ചാലഞ്ച് ചെയ്യുന്നുണ്ട്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഡെമോക്രാറ്റിക് തിങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻറ്റ് വോയിസ് ആൻഡ് എംപവർമെൻറ്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് മാറ്റം കൊണ്ടുവരാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ടീച്ചേഴ്സ് ക്രിയേറ്റ് സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മൾ ഇന്ന് അഡ്മയർ ചെയ്യുന്ന പല റിഫോമേഴ്സും പല റെവല്യൂഷണറീസും ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും എല്ലാം എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. രാജാ റാം മോഹൻ റോയ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഷേപ്പ് ചെയ്യപ്പെട്ട ഒരാളാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പല ലീഡേഴ്സും ഇൻക്ലൂഡിങ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇവരെല്ലാം ഫോർമൽ സ്കൂളിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഷേപ്പ് ചെയ്തിട്ടുള്ളത് അവരുടെ ക്ലാസ് റൂമുകളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പല ഫ്യൂച്ചർ ലീഡേഴ്സിനെയും നർച്ചർ ചെയ്യാനും ജസ്റ്റിസ്, ഇക്വാലിറ്റി, പ്രോഗ്രസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ എഡ്യൂക്കേഷനുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ദേ ഷുഡ് സെറ്റ് എ സ്യൂട്ടബിൾ പ്ലാറ്റ്ഫോം ഫോർ ഡിസൈറബിൾ സോഷ്യൽ ചേഞ്ച്. അതായത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സിറ്റിസൺസ് വേണം. ഈ ഓപ്പൺനെസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് സ്കൂൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സിന് എന്തൊക്കെ രീതിയിലുള്ള ക്ലാസ് റൂം എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടാവും. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലേഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ വുമണിനെ കുറിച്ച് ചില സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടാവും. വുമൺ എന്ന് പറഞ്ഞാൽ ജോലി എടുക്കരുത്, അല്ലെങ്കിൽ വുമൺ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടുന്നവരാണ്. അങ്ങനെ സമൂഹം ഇങ്ങനെ വിശ്വസിച്ച് പോരുന്ന ചില റൂൾസ് ആൻഡ് നോംസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ ഡയലോഗ് ഓവർ ഡോഗ്മ, അതായത് കൂടുതലായിട്ടൊരു ഇൻട്രാക്ഷൻ വേണം അധ്യാപകരും കുട്ടികളും തമ്മിൽ. പിന്നെ ഒരുപാട് വ്യത്യസ്തമായ ഒപ്പീനിയൻസ് നമുക്കൊരു ക്ലാസ്സിൽ നിന്ന് കേൾക്കാം. അതിനെയെല്ലാം റെസ്പെക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടോളറൻസ് ആൻഡ് എമ്പതി, അതായത് മറ്റൊരാളോടുള്ള സഹിഷ്ണുത. ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസഹിഷ്ണുത. ടോളറൻസ് ആൻഡ് എമ്പതിയാണ് നമ്മൾ ഫോസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ക്ലാസ് റൂമിനെ ഒരു സേഫ് സ്പേസ് ആയിട്ട് മാറ്റാം. ടീച്ചേഴ്സ് ക്യാൻ റിമൂവ് കൾച്ചറൽ ലാഗ് ടു പ്രൊമോട്ട് സോഷ്യൽ ഏജ്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഡിലേ ആണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ഇഗ്നോറൻസ്, ഒന്ന് ഔട്ട്ഡേറ്റഡ് ട്രഡീഷൻ ആൻഡ് ലാക്ക് ഓഫ് അവയർനെസ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഒരു ടീച്ചറിന് ബാറ്റിൽ ചെയ്യാൻ പറ്റുക, ഇതിനെ എങ്ങനെ നേരിടാമെന്ന് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറും റാഷണൽ തിങ്കിങ്ങും പ്രൊമോട്ട് ചെയ്യുക, കുട്ടികൾക്ക് അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക, ഓപ്പൺ മൈൻഡഡ്നെസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി എൻകറേജ് ചെയ്യുക. അങ്ങനെ ഈ പ്രോഗ്രസ് ആൻഡ് ട്രഡീഷൻ തമ്മിലുള്ള ഗ്യാപ്പിനെ ടീച്ചേഴ്സിന് ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചർ ആസ് എ ലീഡർ. ടീച്ചർ എന്ന് പറയുന്നത് നോളജ് ട്രാൻസ്മിറ്റർ മാത്രമല്ല, ബട്ട് ഹി ഓർ ഷീ ഈസ് ഓൾസോ എ ലീഡർ ആൻഡ് ഗൈഡ്. സോ ലീഡർഷിപ്പ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു യൂണിക് സെറ്റ് ഓഫ് എബിലിറ്റീസ് ഒരു ടീച്ചറിന് വേണം. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം, ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി വേണം, വിഷനറി തിങ്കിങ് വേണം. ഒരു ട്രൂ ലീഡറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, വൺ ഹു ഡസ് നോട്ട് റിയാക്ട് ബട്ട് ഒബ്സർവ്സ്, അണ്ടർസ്റ്റാൻഡ്സ്, അനാലിസിസ് ആൻഡ് ദെൻ ആക്ട് വൈസ്ലി ആൻഡ് ഡിസിസീവ്ലി. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി താല്പര്യമില്ലാത്തതോ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള പ്രവൃത്തി കണ്ടാലും ഉടനെ എടുത്തു ചാടി റിയാക്ട് ചെയ്യുന്ന ഒരാളെയല്ല നമ്മളൊരു ട്രൂ ലീഡർ എന്ന് പറയുന്നത്. അതിനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അതിനെ താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അനാലൈസ് ചെയ്ത് മികച്ച രീതിയിൽ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മികച്ച രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരാളെയാണ് ജ്ഞാനപൂർവ്വം അല്ലെങ്കിൽ വിജ്ഞാനപൂർവ്വം ആക്ട് ചെയ്യുന്ന ഒരാളെയാണ് നമ്മളൊരു ട്രൂ ലീഡർ എന്ന് പറയും.
ഇത് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ്. അതൊരു കുട്ടിയെ ഗൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ക്ലാസ്സിൽ അഡ്രസ്സ് ചെയ്യുമ്പോഴോ എപ്പോഴും ടീച്ചേഴ്സ് പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയും കൈവശം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ദ 5 C's എവറി ടീച്ചർ ലീഡർ ഷുഡ് പൊസസ്. കൂൾ ആൻഡ് കാം ആയിരിക്കണം, ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം, ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ലേണേഴ്സ് കരിക്കുലം ആൻഡ് ദ കോണ്ടെക്സ്റ്റ്, കോൺഫിഡൻ്റ് ആയിരിക്കണം, ദേ ഷുഡ് എക്സിബിറ്റ് ട്രസ്റ്റ് ഇൻ വൺസ് മെത്തേഡ്സ് ആൻഡ് ഡിസിഷൻസ്, കമ്മിറ്റ്മെൻറ്റ് വേണം, ദേ ഷുഡ് സ്റ്റേ ഡെഡിക്കേറ്റഡ് ടു ദ മിഷൻ ഓഫ് ദി സ്റ്റുഡൻറ് ഡെവലപ്മെൻറ്റ് ആൻഡ് നേഷൻ ബിൽഡിംഗ്. ഈ ഇന്നർ പവേഴ്സ് വളരെ എസെൻഷ്യലാണ് for organizing not only classroom teaching but also the curricular and the community-based activities. എന്താണ് ദ റോൾ ഓഫ് ടീച്ചർ ലീഡേഴ്സ്? ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ്ലി റെക്കഗ്നൈസ്ഡ് ആണ് ആസ് ലീഡേഴ്സ്, ഫോർമൽ ആണെങ്കിലും ഇൻഫോർമൽ കപ്പാസിറ്റീസിലാണെങ്കിലും. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കരിക്കുലം ഡിസൈനിങ്, സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ്, പിയർ മെൻറ്ററിങ്, അതുപോലെ തന്നെ എൻ്റയർ എഡ്യൂക്കേഷണൽ അറ്റ്മോസ്ഫിയറിനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളതെല്ലാം ഇവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ വരുന്നതാണ്. അപ്പോൾ ഫോർമൽ പിന്നെ ടീച്ചേഴ്സിന് തന്നെ 2 ലീഡേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫോർമൽ ടീച്ചർ ലീഡേഴ്സും ഉണ്ട്, ഇൻഫോർമൽ ടീച്ചർ ലീഡേഴ്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഫോർമൽ ടീച്ചർ ലീഡേഴ്സ്? ഫോർമൽ ടീച്ചർ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി അസൈൻഡ് റോൾസ് ആയിരിക്കും അവർ കൈകാര്യം ചെയ്യുക. അത് ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് HOD അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയർ, മാസ്റ്റർ ടീച്ചർ അല്ലെങ്കിൽ കോർഡിനേറ്റർ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ കോച്ച്, ഇവരൊക്കെ ആയിരിക്കും. പിന്നെ അവരെങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ പ്രോസസ്സിലൂടെ സെലക്റ്റഡ് ആയിരിക്കണം, സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കണം. അവരെന്തൊക്കെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കരിക്കുലം ഇന്നോവേഷൻസ്, ടീച്ചർ ഡെവലപ്മെൻറ്റ് വർക്ക്ഷോപ്സ്, അതുപോലെ തന്നെ ഓർഡറിങ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ഫെലോ ടീച്ചേഴ്സ്, ഇതെല്ലാം വേണം. ഇവരുടെ ഈ എലവേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് കാരണം ചില സമയത്ത് തന്നെ ഇവരെ സ്യൂഡോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടും കാണുന്നുണ്ട്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവലിൽ തന്നെയാണ് ഇവർ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. അതായത് സ്കൂളിൻ്റെ ടീച്ചിങ് കൾച്ചറിനെ ഷേപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇനി അടുത്തത് ഇൻഫോർമൽ ടീച്ചർ ലീഡേഴ്സ്. ഇൻഫോർമൽ ടീച്ചർ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫോർമൽ ആയിട്ടുള്ള ടൈറ്റിൽസ് ഒന്നും ഇല്ല. എന്താണ് ഇപ്പോൾ കോർഡിനേറ്ററിനോ അല്ലെങ്കിൽ HODന്നോ അല്ലെങ്കിൽ അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഡെസിഗ്നേഷൻസ് ഒന്നുമില്ല. ഇവർ നാച്ചുറലി തന്നെ ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഓഫ് ടീച്ചിങ് എമേർജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെ അതോറിറ്റി എന്ന് പറയുന്നത് അവരെടുക്കുന്ന ഇനീഷ്യേറ്റീവ് കൊണ്ടായിരിക്കാം. അതായത് അവരായിരിക്കും എന്ത് മുന്നിട്ടിറങ്ങി ചെയ്യുന്നത്, അവരെടുക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കാരണമായിരിക്കാം. അതുപോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്, അതായത് മറ്റുള്ളവർ ഇവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കാരണം ഇവർക്ക് കൊടുക്കുന്ന അവരുടെ എക്സ്പെർട്ടൈസും കമ്മിറ്റ്മെൻറ്റിനും കൊടുക്കുന്ന റെസ്പെക്റ്റും കൊണ്ടൊക്കെ ആയിരിക്കും. ഇനി ഇവർക്കൊരു ഒഫീഷ്യൽ റെക്കഗ്നീഷൻ ഒന്നും വേണമെന്നില്ല. അവർ ആ ഇൻഫ്ലുവൻസ് ഓർഗാനിക്കലി തന്നെ ഏൺ ചെയ്യുന്നവരാണ്. അതായത് ഇവരുടെ പ്രസൻസ് ആണ് ആ സ്കൂൾ കമ്മ്യൂണിറ്റിയെ ആക്ച്വലി സ്ട്രെങ്തൻ ചെയ്യുന്നത്. പുതിയ ടീച്ചിങ് സ്ട്രാറ്റജീസ് കൊണ്ടുവരിക, ഇൻസ്ട്രക്ഷണൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കൾച്ചർ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ഇന്നോവേഷൻ ഒക്കെ ഇവർക്കാണ് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഫോർമലി അപ്പോയിൻറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഓപ്പറേറ്റിംഗ് ഫ്രം ആൻ ഒഫീഷ്യൽ പൊസിഷൻ ആണെങ്കിലും ഇൻഫോർമൽ സ്പേസിൽ നിന്നാണെങ്കിലും ഇവരെ എപ്പോഴും പൊസസ് ചെയ്യുന്നതും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതും ക്രിട്ടിക്കൽ ടീച്ചിങ് സ്കിൽസ്, സ്ട്രോങ് വാല്യൂസ്, അതുപോലെ തന്നെ കൊളാബറേഷൻ ആൻഡ് ഫെയർനെസ്, പ്രൊഫഷണൽ ഡിസ്പൊസിഷൻ ലൈക്ക് ഇനീഷ്യേറ്റീവ്, അതുപോലെ തന്നെ റെസീലിയൻസ് ഒക്കെ ഇവർ കാണിക്കും. റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ട് അതിനെ റിക്കവർ ചെയ്ത് വരാനുള്ള പവർ. ഇനി ഈ ലീഡേഴ്സ് ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല, അവരുടെ ടീമിനെ എനർജൈസ് ചെയ്യും, ചേഞ്ച് ഇനീഷ്യേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് അക്രോസ് സ്കൂൾ സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യും. അടുത്തതാണ് ചാപ്റ്റർ 9, ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ടു കർബ് സോഷ്യൽ ഈവൽ. Actually, I thought this is going to be a very small chapter because there are so many things to explain. Okay, so I'm rushing because we don't have much time left. അതുകൊണ്ടാണ് ഒരു റഷിങ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്പീഡിൽ വേണമെങ്കിലും ഇതിട്ടിട്ട് കേൾക്കാം. 1x 2x 0.75x അപ് ടു യു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൺട്രിയാണ്. ഒരുപാട് റിലീജിയസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. ഇവിടെ പീപ്പിൾ പല വേരിയസ് ബിലീഫ്സും റിച്വൽസും കുറേ നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പ്രാക്ടീസസിനും ഡീപ്പ് ട്രഡീഷൻസ് ഉണ്ട്. അതെല്ലാം ഇതിൽ നിന്ന് തന്നെ പലതും എന്തായിട്ടുണ്ട്, വളരെ ഹാംഫുൾ ആയിട്ടുള്ള കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ഇവൽസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ ഇവൽസ് സിഗ്നിഫിക്കൻ്റ്ലി ഇന്ത്യയുടെ പ്രോഗ്രസ്സിനെ ഹാമ്പർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇവാലുവേറ്റഡ് ഓൺ മെറിറ്റ്, അത് ഒരാളുടെ മെറിറ്റ് ബേസിൽ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ആ വ്യക്തികളെ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ കാസ്റ്റ്, ക്രീഡ്, ഒരു ജെൻഡർ ഒക്കെ വെച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇന്ത്യ റാപ്പിഡ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണെങ്കിൽ പോലും ഇപ്പോഴും ഇതിൽ പല
സോഷ്യൽ ഇവൽസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ പുരോഗതി അത് തടസ്സം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലൂടെ ഇത്തരത്തിലുള്ള ഇവൽസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് എലിമിനേറ്റ് ചെയ്യാൻ എഡ്യൂക്കേഷൻ ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് എന്തൊക്കെയാണ് ഈ സോഷ്യൽ ഇവൽസ് ഇൻ ഇന്ത്യ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ കാലാകാലങ്ങളായിട്ട് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പല സോഷ്യൽ ഇവൽസ് ഉണ്ട്. അത് നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം കറപ്ഷൻ. കറപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെ കാലങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുൻപ് ഞാൻ എവിടെയോ വായിച്ചിരുന്നു, ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ആസ് എ ഫോം അല്ലെങ്കിൽ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് അല്ലെങ്കിൽ എന്താ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയായിരുന്നു എന്നുള്ളത് വായിച്ചിരുന്നു. അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വളരെ കുറച്ച് ശമ്പളം മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ കുഴ വാങ്ങിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തായാലും പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് കൈയടിച്ചു. ആൻഡ് ദെൻ ദ ഇന്ത്യ ടുക്ക് ഓവർ, ഐ മീൻ ദ ഇന്ത്യൻസ് ടുക്ക് ഓവർ ഇന്ത്യ. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി, നമ്മൾ തന്നെ നമ്മുടെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോഴും ഈ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഒരു കറപ്ഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, വിത്തിൻ ദ സിസ്റ്റം, വിത്തിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അത് കണ്ടിന്യൂ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് മുൻപ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ കുറേ നാളുകളായിട്ട് കറപ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പല ജനറേഷനിലും പല ഫോമിലാണ് എന്നുള്ളത് മാത്രം. അപ്പോൾ ഇത് ഓപ്പർച്യൂണിസ്റ്റിക് ലീഡേഴ്സ് അവരുടെ പൊസിഷന് വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി വളരെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് ഇത് പോകാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ എത്തിക്കലായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ തള്ളിക്കളയും, മോക്ക് ചെയ്യും, കളിയാക്കും. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ കോഴ വാങ്ങില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഞാൻ മറ്റൊരാളുടെ പൈസ എടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ മോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുന്നതോടുകൂടി കറപ്ഷൻ എന്ന് പറയുന്നതിനെ വളരെ നോർമലാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർ ഇഷ്യൂ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ബ്യൂറോക്രാറ്റ്സും പൊളിറ്റീഷ്യൻസും ക്രിമിനൽസും എല്ലാം തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ബ്രൈബ് അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ കൊടുക്കുക എന്ന് പറയുന്നത് ഇല്ലീഗൽ ടാസ്കിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ന്യായമായും നീതിപൂർവമായും കിട്ടേണ്ട സാധനങ്ങൾക്ക് വരെ ഈ ബ്രൈബ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്നതിനെ പലപ്പോഴും റെസ്പെക്റ്റബിൾ ആയിട്ടൊക്കെ ചിലർ കാണാറുണ്ട് ഡ്യൂ ടു ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ. കാരണം ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളാണ് ഈ കോഴ കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ സോഷ്യൽ കറപ്ഷൻ എവറിഡേ ലൈഫിൽ എല്ലാവരുടെയും അപ്പിയർ ചെയ്യുന്ന ഒന്നാണ്. ചിലപ്പോൾ പ്രൊഡക്ട്സ് വെയിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നത് അതിൻ്റെ വെയിങ്ങിൽ വരെ മാനിപ്പുലേഷൻ സംഭവിക്കാം. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കാം, ബ്രൈബറി, അങ്ങനെ വേരിയസ് ലെവൽസിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഫോംഡ് സിറ്റിസൺസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? റെക്കഗ്നൈസ് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനും ഇതിനെതിരെ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രക്രിയ ഉണ്ടല്ലേ, അതിന് പോലീസുകാർ വരുന്നു, അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്, അതിന് നമ്മൾ കോൾ എടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ വന്ന് നമ്മുടെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ബിക്കെയിം എ പാർട്ട് ഓഫ് ദ സിസ്റ്റം എന്നുള്ളതാണ്. അതായത് അവർ ചോദിക്കുകയും ചെയ്യും, ഇനി ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിയർ ഡ്യൂട്ടി. പക്ഷെ അതിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ആസ് സിറ്റിസൺ വി ആർ ഡൂയിങ്. അടുത്ത സോഷ്യൽ ഈവലാണ് ടെററിസം. ഇതൊരു പുതിയ ഇഷ്യൂ ഒന്നല്ല. ഇതിപ്പോൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പും കിട്ടിയതിന് ശേഷം ഇപ്പോൾ പോലും പല രീതിയിലും തുടർന്നു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും കൂടിക്കൊണ്ട് വരുന്ന ഒന്നാണ്. അപ്പോൾ കൊളോണിയൽ ഹിസ്റ്ററിയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ടെററിസം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളൊരു സ്ട്രാറ്റജിയുടെ ബൈ പ്രൊഡക്റ്റാണിത്. ഇന്ത്യയുടെ പാർട്ടീഷനിലേക്ക് നയിക്കുന്നു. അങ്ങനെ 3 നേഷൻസ് ഫോം ചെയ്യുന്നു, ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം വയലൻസും ടെററിസവും ഇവിടെ കൂടാനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കമ്മ്യൂണൽ, അതുപോലെ തന്നെ റീജിയണൽ ഡിഫറൻസസ്, ഇതെല്ലാം കൊണ്ട് ടെററിസം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വിദ്വേഷം അല്ലെങ്കിൽ ഹേറ്റഡ്, സെപ്പറേറ്റിസം, കമ്മ്യൂണലിസം ഇതിനെയൊക്കെ വിത്തുകൾ പാകുകയും അത് വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, മണിപ്പൂർ, ആസാം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. അത് അവരിൽ ഒരു ഒറ്റപ്പെടുത്തലിലേക്ക് നയിച്ചു. അപ്പോൾ ഈ റീജിയൻസ് ഒരിക്കലും മെയിൻ സ്ട്രീം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല. അങ്ങനെ എക്സ്ക്ലൂഡഡ് ആയി എന്നുള്ളൊരു തോന്നലും ഈ ഐഡൻറ്റിറ്റി ക്രൈസിസുമാണ് അവരെ ടെററിസത്തിലേക്ക് നയിക്കുന്നത്, മിലിറ്റന്റ് മൂവ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇവർ അതിനെ കൺസിഡർ ചെയ്യുന്നത് ആസ് എ ഫോം ഓഫ് പ്രൊട്ടസ്റ്റ് ആണ്. ഇതിന് പുറമെ പുറത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട്, അതായത് ചൈന, ഭൂട്ടാൻ, ബർമ്മ, ഇവരൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ടെററിസത്തിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഹാർമണിയെ ബാധിക്കുന്ന രീതിയിൽ സപ്പോർട്ടുകൾ കൊടുത്തിരുന്നു. അങ്ങനെ മിസ്ലീഡിങ് ലീഡർഷിപ്പും കൂടെ ആയപ്പോൾ ഈ പ്രോബ്ലം ഒരുപാട് വേഴ്സ് ഉണ്ടായി. അപ്പോൾ ഇതിലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ വിൽ, അതായത് ഇവരെയും ഇന്ത്യയുടെ ഭാഗമായി കാണാനുള്ള അല്ലെങ്കിൽ അവരെയും കൂടെ കൺസിഡർ ചെയ്യാനുള്ള
ഒരു ഇച്ഛാശക്തി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോയി. അതുപോലെ തന്നെ poverty and unemployment, neglect of youth and peasants, emotional isolation of the tribal communities. അതായത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കൂടുതലും ട്രൈബൽ പോപ്പുലേഷൻ ആണ്. അവരുടെ നെഗ്ലക്ട് ചെയ്യുക തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം ടെററിസത്തെ ഈ സംസ്ഥാനങ്ങളിൽ വളർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അടുത്തത് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്. അതിൽ വരുന്ന ഒന്നാണ് കമ്മ്യൂണലിസം. അതായത് ഒരാൾക്ക് അയാളുടെ റിലീജിയസ് ഗ്രൂപ്പിനോടുള്ള അത്യന്തികമായിട്ടുള്ള ആവേശം, ലോയൽറ്റി അതുകൊണ്ട് വരികയാണ്. അപ്പം മറ്റൊരു ഗ്രൂപ്പിനെതിരെ അത് എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഒരു ഹേറ്റ്രഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഒരു വിരോധമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ മൊബിലൈസേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. അതായത് ഒരു റിലീജിയനെ ഒറ്റ ശക്തിയായി മൊബിലൈസ് ചെയ്യുക, മുൻപോട്ട് നയിക്കുക എന്നുള്ളത് നല്ല രീതിയിലല്ല, റിഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇത് റിലീജിയൻ്റെ ചില ഓർത്തഡോക്സ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ചില പിടിവാശികളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ചില പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതുമായിട്ട് ഹൈലി ലിങ്ക്ഡ് ആണ്. ഇത് പലപ്പോഴും രാജ്യത്ത് വയലൻസും ടെൻഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. പല കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലും ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ റീസെൻ്റ്ലി ബിഫോർ 2 years ഓർ സംതിങ് ഡൽഹിയിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ കൊളോണിയൽ പോളിസീസിൽ റൂട്ടഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിൾ. ഓക്കെ, ഡിവൈഡ് ആൻഡ് റൂളിനെ മാത്രം നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഡിവൈഡ് ആൻഡ് റൂൾ ആണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് റൈറ്റ്. ഇവിടെ ഓൾറെഡി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊന്ന് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കൊടുത്തി എന്നുള്ള ഇത് മാത്രമാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ട് അവർ ചെയ്തിട്ടുള്ളൂ. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത പ്രശ്നങ്ങൾ അവർ അഡ്രസ്സ് ചെയ്ത് അത് നന്നായി ആളി കത്തിച്ച് ഭരിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ പിന്നീടും പൊളിറ്റിക്കലി എക്സ്പ്ലോർട്ട് ചെയ്തിട്ടുണ്ട്. ഭരണ നേട്ടങ്ങൾക്ക് വേണ്ടി പല ഭരണാധികാരികളും ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് കലാപം, മറ്റു കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതിനിപ്പോഴും ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള കൊളോണിയൽ ആൻഡ് പൊളിറ്റിക്കൽ റൂട്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതായത് വളരെ റിജിഡ് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതീയമായിട്ടുള്ള വിഭജനം അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള മാറ്റി നിർത്തൽ. ഇപ്പോൾ ജാതി ഇവിടെ തീരുമാനിക്കുന്നത് ഒരാളുടെ പാരൻസിൻ്റെ ജാതിയെ മറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില കാസ്റ്റ് ഗ്രൂപ്പ്സ് എന്താണെന്ന് പറഞ്ഞാൽ പരസ്പരം കല്യാണം കഴിക്കുകയോ ഒരുമിച്ച് ജോലി ചെയ്യുകയോ ഒന്നുമില്ല, മറ്റുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ചില കാസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഈ ലോവർ കാസ്റ്റിനെ പലപ്പോഴും അൺടച്ചബിൾസ് ആണ്, അവരെ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും ലോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജാതീയമായിട്ടുള്ള അധിക്ഷേപത്തിനെതിരെ 2 വശം ഉണ്ട് കേട്ടോ. ഒന്ന് ജാതീയമായിട്ടുള്ള അധിക്ഷേപമുണ്ട്, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന കേസിൽ ജാതിയെ ദുർവിനിയോഗം ചെയ്യുക. ഇപ്പം എന്ത് പ്രശ്നം അവർ ചിലപ്പോൾ അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ അത് ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ജാതിയെ ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യുന്ന പ്രവണതകളും നടക്കുന്നുണ്ട്. രണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അർബൻ ഏരിയാസ് പക്ഷേ ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിലുള്ള വിവേചനം തന്നെയാണ്, അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ അർബൻ ഏരിയാസിൽ കുറച്ചും കൂടി ഈ കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും റൂറൽ ഏരിയാസിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം ഉൾഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ഇപ്പം ലോവർ കാസ്റ്റ് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് ചെരുപ്പിട്ടിട്ട് നടക്കാൻ പാടില്ല. അങ്ങനെ തമിഴ്നാട് അല്ലെങ്കിൽ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ ഉൾഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ഇതുപോലത്തെ ചില പ്രവണതകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് ഈ കാസ്റ്റ് അല്ലെങ്കിൽ ജാതി ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അടുത്തതാണ് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് സോഷ്യൽ ഈവിൽസ് ആണ്. അതായത് കുട്ടികളെ, പഠിക്കേണ്ട കുട്ടികളെ എന്ത് ചെയ്യുകയാണ്, ഡേഞ്ചറസ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഫാക്ടറീസിലൊക്കെ. അതായത് കുട്ടികളുടെ ബോഡി എന്ന് പറയുന്നത് ചെറിയ ഇതായിരിക്കും. അപ്പോൾ ചെറിയൊരു കുഴലിലൂടെ കയറാനോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറാനൊക്കെ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമായതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലൊക്കെ കുട്ടികളെ ഉപയോഗിക്കുന്നു. ആൻഡ് ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ്ഹുഡ്. അവരുടെ എഡ്യൂക്കേഷനെ തടഞ്ഞു വെക്കുന്നുണ്ട്, അവരുടെ ചൈൽഡ്ഹുഡിനെ തടഞ്ഞു വെക്കുന്നുണ്ട്. കോമൺ ആയിട്ട് ഇവർ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഷോപ്സ്, ഫാക്ടറീസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ കാരണങ്ങളാണെന്ന് വെച്ചാൽ പോവേർട്ടി, എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ പാരൻ്റൽ പ്രഷർ ടു ഏൺ, ഇതൊക്കെ കൊണ്ടാണ് ഇത്തരം ഇതുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ മീൽസും ഫ്രീ എഡ്യൂക്കേഷനും ഇ ഗ്രാൻസ് തുടങ്ങിയ പദ്ധതികളൊക്കെ നടപ്പാക്കിയിരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പൈസയുടെ കുറവ് കൊണ്ടോ ഒരാൾ പോലും എഡ്യൂക്കേറ്റഡ് ആവാതെ പോവരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റും വളരെ വീക്കാണ്. ഇപ്പോഴും പല കുട്ടികളും വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം, എസ്പെഷ്യലി ഇൻഫോർമൽ സെക്ടറിൽ. മറ്റൊന്നാണ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ അഥവാ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം. അതിലൊന്നാമത്തേതാണ് ഡൊമസ്റ്റിക് വയലൻസ്. ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് വിചാരിക്കരുത്, കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. സ്വന്തം വീടുകളിലും അതിക്രമം നേരിടുന്ന ഒരുപാട്
സ്ത്രീകളുണ്ട്. എസ്പെഷ്യലി ഡ്യൂ ടു ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ ചെയ്യുന്ന ചിലപ്പോൾ അച്ഛനായിരിക്കാം, ചിലപ്പോൾ ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ കസിൻ ആയിരിക്കാം. ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്ന പല സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരുപാട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഒരു ഹൈ പെർസെൻറ്റേജ് ഓഫ് വുമൺ തന്നെ അവരുടെ ഓൺ വീടുകളിൽ വയലൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഡൗറിയുടെ പേരിലുള്ള ഹറാസ്മെൻറ്റ്, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ഹറാസ്മെൻറ്റ്, ഇൻലോസിൻ്റെ ഭാഗത്തു നിന്നുള്ള അബ്യൂസ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് ഉണ്ടായിരുന്നു, കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇൻലോസും ഫാദർ. റീസെൻ്റ്ലി ഒരു കേസല്ല, ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ പല സിറ്റീസിലും വുമൺ സ്ട്രീറ്റ് ഹറാസ്മെൻറ്റ്, അതായത് ഒരു പൊതുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഹറാസ്മെൻറ്റ് നേരിടുന്നുണ്ട്. അങ്ങനെ ഇതൊരു എല്ലാ 29 മിനിറ്റും, അത് ഓരോ അരമണിക്കൂറിലും ഒരു കേസ് ഓഫ് ക്രൂവൽറ്റി എങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എപ്പോഴും ഈ ഒരു പേടിയും അല്ലെങ്കിൽ ഈ ഒരു ഭയവും ഇൻസെക്യൂരിറ്റിയൊക്കെ നിരന്തരം ഉണ്ടായിരിക്കും. ഈവൻ പുറത്ത് പോകാൻ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ നിയമം ശക്തമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് ഉണ്ടായിരുന്നു, ആദ്യ ഭാര്യയെ കൊന്ന് ജയിലിൽ പോയി, ആൾക്ക് ജാമ്യം കിട്ടി വന്ന് രണ്ടാമത്തെ ഭാര്യയും അമ്മായിയമ്മയും കുത്തിക്കൊന്നു. അതായത് ഒരിക്കലും ഒരു ക്രൈം ചെയ്ത ആൾ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 90%. പക്ഷെ അപ്പോഴും ഇങ്ങനെ പല കേസസിലും എന്ത് കൊടുക്കുകയാണ്, നിയമം ശക്തമല്ലാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ ക്രൂരമായി മരിക്കുന്ന ഒരു പ്രവണത കൂടെ കണ്ടുവരുന്നുണ്ട്. മറ്റൊന്നാണ് ലിംഗ അസമത്വം അഥവാ ജെൻഡർ ഇൻഇക്വാലിറ്റി. അതായത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അവിടെ എപ്പോഴും പുരുഷനാണ് സ്ത്രീയെക്കാളും ഒരു പടി മുന്നിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വുമണിനെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, വീട്ടിലിരുന്നാൽ മതി, മെന്നാണ് പുറത്തു പോയി ജോലിയെടുത്ത് സമ്പാദിക്കുന്നത്, വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങൾ നോക്കിയാൽ മതി എന്നാണ്. അപ്പോൾ പല കമ്മ്യൂണിറ്റീസും വുമണിനെ പുറത്ത് പോകുമ്പോൾ അവരുടെ ഫേസ് അല്ലെങ്കിൽ ഹെഡ് കവർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ റിലീജിയസ് മാത്രമല്ല, ചില ഏരിയാസിൽ ഇപ്പം രാജസ്ഥാനിലൊക്കെ രാജ്പുത്ത് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളുടെ ഫേസ് എപ്പോഴും കവേർഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് പലപ്പോഴും ലോവർ വേജസ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ഹറാസ്മെൻറ്റ്, വേജ് ഡിസ്ക്രിമിനേഷൻ, നെഗ്ലക്റ്റ് ഓഫ് ദ ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ ഒക്കെ ഇതിൽ സംഭവിക്കാറുണ്ട്. മറ്റൊന്നാണ് ഡവറി അല്ലെങ്കിൽ സ്ത്രീധനം. വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് പെൺകുട്ടികളെ ഒന്നാമത്തെ കാര്യം സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച് അയക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജനിക്കുമ്പോൾ തന്നെ കൊല്ലുന്നൊരു പ്രവണത. അതിനുശേഷം എഡ്യൂക്കേറ്റ് ചെയ്യാതിരിക്കുക. അത് എഡ്യൂക്കേറ്റഡ് ആയൊരു പെൺകുട്ടിയെ ചിലപ്പോൾ ആരും കല്യാണം കഴിച്ച് പോയില്ലെങ്കിൽ ഇവളെൻ്റെ തലയിലായാലോ എന്ന് വിചാരിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ ഡൗറി എന്ന് പറയുന്നത് വളരെ പ്രിവലൻ്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്താലും അവയർനെസ് ക്രിയേറ്റ് ചെയ്താലും മാത്രമാണ് ഈ കസ്റ്റം റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ നിങ്ങളൊരു സത്യവാങ്മൂലം, ഇപ്പോൾ സ്കൂളിലല്ല കോളേജസിലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, ഞാൻ സ്ത്രീധനം വാങ്ങില്ല, സ്ത്രീധനം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനെതിരെയുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് പറയപ്പെടുന്നു. അടുത്തത് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്രൂട്ടൽ ആയിട്ടുള്ളതാണ്. അത് ജനിച്ച കുട്ടി പെൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയുക. അതുപോലെ തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സെക്സ് ഏതാണെന്ന് സ്കാനിങ് ത്രൂ മനസ്സിലാക്കിയിട്ട് ഇൻറ്റൻഷനലി ഒരു കുഞ്ഞിനെ, പ്രത്യേകിച്ചും ഒരു പെൺകുഞ്ഞിനെ കൊന്നുകളയുന്നതിനെയാണ് നമ്മൾ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയുന്നത്. ഇപ്പോഴും പല റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഒക്കെ ഇത് നടക്കുന്നുണ്ട്. ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ആൽക്കഹോളിസം. ലഹരി ഉപയോഗം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗം ഭയങ്കര സീരിയസ് ആൻഡ് ഗ്രോയിങ് ഇഷ്യൂ ആണ്. ഏകദേശം 7.5 മില്യൺ ഡ്രഗ് യൂസേഴ്സ് ഈ കൺട്രിയിലുണ്ട്. അതിൽ അർബൻ ഏരിയാസിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ നിന്നുണ്ട്. ട്രാൻസ്പോർട്ട്, സ്ട്രീറ്റ് വർക്കേഴ്സ് എല്ലാവരും ഒരുപോലെ ചെയ്യുന്നത്. അതായത് ഏത് ലെവലാണെങ്കിലും, ഇപ്പോൾ എന്താണ് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്കൽ ലെവൽ, ലോ ലെവലാണെങ്കിലും ഹൈ ലെവലാണെങ്കിലും മിഡിൽ ലെവലാണെങ്കിലും, അപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവനാണെങ്കിലും ഒരു ജഡ്ജി ആണെങ്കിൽ പോലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊട്ടും എഫക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പല വാർത്തകളിലും കണ്ടിട്ടുണ്ട്, ലഹരി ഉപയോഗത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ആളുകളെ ചേർക്കുകയും അവർക്ക് 500 വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ 500 രൂപ തന്നെ കൊണ്ടുപോയി ബിവറേജസിൻ്റെ മുന്നിൽ നിൽക്കുന്ന തരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂത്തിൻ്റെ അഡിക്ഷൻ ടു ഡ്രഗ്സും വളരെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി അടുത്തതാണ് പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം. ഇൻസഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബേസിക് നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ലൈക്ക് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്. ഇതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലമാണ്.
ക്രൈം, അൺഎംപ്ലോയ്മെൻറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ പല ക്രൈംസിലേക്ക് ഇവരെ നയിക്കുന്നുണ്ട്, തെഫ്റ്റ്, റോബറി, മർഡർ. ഇപ്പോൾ ഗവൺമെൻറ് അവയർനെസ് പ്രോഗ്രാംസും സബ്സിഡീസൊക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പലരുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് പോവർട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇവൽസിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്? ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. നമുക്കൊരു പ്രോഗ്രസീവ് സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എഡ്യൂക്കേഷൻ. അത് ഇൻഫർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, നോളജിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സാമൂഹ്യ ബോധം, സോഷ്യൽ അവയർനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സോഷ്യൽ സ്ട്രക്ചറിനെയും ബിഹേവിയറിനെയും ഷേപ്പ് ചെയ്യുന്നു. അപ്പോൾ മോറൽ, കൾച്ചറൽ വാല്യൂസ് ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മൗലിക മൂല്യങ്ങൾ, കൾച്ചറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മൂല്യങ്ങൾ. ഇതിനെയൊക്കെ പ്രിസർവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും എഡ്യൂക്കേഷന് സാധിക്കും. അതുപോലെ തന്നെ അവേക്കനിങ് ഓഫ് സോഷ്യൽ ഫീലിങ്സ്, അതായത് യൂണിറ്റി, ലവ്, ഫ്രറ്റേണിറ്റി, വിച്ച് മീൻസ് സൗഹൃദം, സോഷ്യൽ മൈൻഡഡ്നെസ്, ലൈഫ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇതിന് സാധിക്കും. മറ്റൊന്ന് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി, അതായത് ഓരോരുത്തർക്കും അവരുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആറ്റ് സിറ്റിസൺ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, സിവിക് സെൻസ് ആൻഡ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുക, പിന്നെ സിവിക് മോഡൽസ് ആൻഡ് ലീഡേഴ്സിനെ കുറിച്ച്, മികച്ച നേതൃത്വ ഗുണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറീസ് പകർന്നു കൊടുക്കുക. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ജനറേഷനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു ജനറേഷനെയല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. വി ഷുഡ് ക്രിയേറ്റ് എ പൊളിറ്റിക്കൽ ജനറേഷൻ. That doesn't mean that they should have a political affinity. ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അതിൽ അന്ധമായി വിശ്വസിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലല്ല. അതായത് ഒരു പൊളിറ്റിക്കൽ നിലപാട് വേണമെന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എക്സ്ട്രീമിലി റൈറ്റോ എക്സ്ട്രീമിലോ ലെഫ്റ്റ് ആവാതെ ഉള്ളൊരു പൊളിറ്റിക്കൽ നിലപാട് വേണം എന്നുള്ളതാണ്. ഇപ്പം ഒരു പാർട്ടിയിൽ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണം എന്നുള്ളതാണ് ഒരു ഗുഡ് സിറ്റിസന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് റൂൾ ചെയ്യുന്നതിന് പോലും അതിനെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു റൈറ്റ് സിറ്റിസന്റെ ഡ്യൂട്ടി. അടുത്തത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ സ്കിൽസ്, എംപ്ലോയ്മെൻറ്റ്, എങ്ങനെ ഹൗ ടു ഏൺ മണി എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇപ്പം ഇവിടെ നിന്നും ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്യും, പിന്നെ അവരയക്കുന്ന പണം, ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരള സർക്കാരിന് അത് റൺ ചെയ്യുന്നത് തന്നെ പുറത്ത് പോയി ജോലി നേടിയ ആളുകൾ ഇവിടേക്ക് അയക്കുന്ന പൈസ കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മുടെ എക്കണോമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്, ദാരിദ്ര്യത്തെ റിമൂവ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എഡ്യൂക്കേഷൻ ത്രൂ പുറത്ത് പോയി രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇനി സോഷ്യൽ കൺട്രോളിൽ വരികയാണെങ്കിൽ നിയമങ്ങൾ എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, എങ്ങനെ ക്രൈം റേറ്റ് റെഡ്യൂസ് ചെയ്യാം എന്നെല്ലാം പഠിപ്പിക്കാം. പിന്നെ സോഷ്യൽ ചേഞ്ചസ് ആൻഡ് റിഫോംസ് കൊണ്ടുവരാം. അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ തെറ്റായ വിശ്വാസങ്ങൾ, അനീതികൾ, പിന്നെ മൂല്യങ്ങൾ, ആദർശങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കാം. ലീഗൽ റൈറ്റ്സ്, മറ്റു കാര്യങ്ങൾ. പിന്നെ കുട്ടിയെ സാമൂഹ്യവൽക്കരിക്കുക എന്ന് വെച്ചാൽ കുട്ടിയെ പഠിപ്പിക്കുക. എന്താണ് ഒരു സമൂഹം, ഒരു സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും റോൾ എന്താണ്, എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് നേടുക, എങ്ങനെയാണ് സാമൂഹ്യ ബോധം, സോഷ്യൽ സെൻസ് നേടുക. അപ്പോൾ ഒരു കുട്ടിയെ ഒരു സോഷ്യൽ ബീങ് ആക്കുന്ന ഒരു പ്രക്രിയയും കൂടിയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഐഡിയൽ സിറ്റിസൺസിന് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സൊസൈറ്റിയുടെ സ്ട്രക്ചർ, സിസ്റ്റം, പ്രോഗ്രസിനൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോത്താരി കമ്മീഷൻ 1964 to 1966 എന്താണ് പറഞ്ഞത്? ഇഫ് എ ചേഞ്ച് ഓൺ എ ഗ്രാൻഡ് സ്കെയിൽ ഇസ് ടു ബി അച്ചീവ്ഡ് വിത്തൗട്ട് എ വയലന്റ് റെവല്യൂഷൻ, there is only one instrument that can be used, and that is education. അതായത് വയലന്റ് ആയിട്ടുള്ള ഒരു വിപ്ലവത്തിലൂടെ അല്ലാതെ നമുക്കൊരു ഗ്രാൻഡ് സ്കെയിൽ ചേഞ്ച്, അതായത് ഒരു വലിയ രീതിയിൽ തന്നെയുള്ളൊരു മാറ്റം സമൂഹത്തിൽ സൃഷ്ടിക്കണമെങ്കിൽ അതിനൊരേ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമേ ഉള്ളൂ, അതാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ യൂണിറ്റ് 1 is finished here.